നേരിട്ട് കണ്ട് 4 വരയ്ക്കട വീതി വരയാണ്. പുലിക്ക് പുള്ളിയാണ്, ഇത് വരയനാ. സംസാരിച്ച നമ്മൾ കാണുന്നില്ലല്ലേ. ഇതിനെ പശുവിനെ പിടിച്ചിട്ട് നമ്മളൊരു ജീവി നമ്മുടെ ഒരു ഇതിനെ പിടിച്ച് എന്തായാലും അബദ്ധം പറ്റി നമ്മൾ പോയി നോക്കത്തില്ല. അങ്ങനെ നോക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആ പ്രദേശത്തോട്ട് പോകത്തില്ല. ഇതിനെ കണ്ടില്ലെങ്കിൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവനുള്ളതല്ലേ. പശു ഓട്ടം നോക്കൂ, നമ്മൾ കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ കയറി നോക്കിയതാ. അങ്ങനെ കണ്ടതാ. ആദ്യം കണ്ടില്ല, ഞങ്ങൾ ദൂരെ നിന്നല്ലേ ഇതിനെ പശുവിനെ കാണുന്നത്. പശുവിനെ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത് പോയി ഇത് എന്തുവാ എന്തുവാ പറ്റിയെന്ന്, വല്ല വീണതാണോ വലിച്ചോണ്ട് പോയേക്കുന്ന കണ്ട്. എന്നിട്ട് ഇനി എന്തോ പുലിയാണോ എന്തൊരു കുന്തമാണോ ഇനി ചന്നായാണോ എന്ന് അറിയാൻ വയ്യാണോ. അങ്ങനെ ചെന്നപ്പോ ഇതിന്റെ അടുത്ത് തന്നെ 1 മീറ്റർ അകലത്തിൽ മാറി അവിടെ കിടക്കും. ഈ സാധനം അവിടെ കിടക്കും. പോയില്ല. ആരും പറഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. പോയതുമില്ല. ഞങ്ങൾ അതിലെ കൂടെ അപ്പുറം കടന്ന് ഇപ്പൊ റോഡിലോട്ട് ചാടുമായിരുന്നു. എന്നിട്ടും ഇത് എണ്ണിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല. അങ്ങനെ ഞാൻ ഒരു ജീവിയും കണ്ടിട്ടേ ഇല്ല ഇന്ന് വരെ. മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ചലനം കേട്ട ഏതൊരു ജീവി അപ്പളെ പമ്പ പോകും, ആ പ്രദേശത്ത് നിന്ന് പോകും. അവിടുന്ന് മാറി ചിലപ്പോൾ മേളിലൊക്കെ മാറി നിൽക്കും. അത്രേ ഉള്ളൂ. ഇത് അവിടെ തന്നെ കിടക്കുമായിരുന്നു. എന്തോ കാര്യം എന്തോന്ന് ചോദിച്ചാൽ ഈ ജീവിയെ നമ്മൾ കണ്ടിട്ടില്ല ഇന്ന് വരെ. ജീവിക്കാൻ ഇങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടാ. അതുപോലെ നമ്മളെ ഇതുകൊണ്ടായിരുന്നു ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്നെ നമ്മള് കൊടുക്കേണ്ടി വന്നു. 8 ഇതിന്റെ തള്ളകളെല്ലാം ഞാനങ്ങ് കൊടുത്ത് പേടിച്ചാണ് കൊടുത്തത്. ഇനിയിപ്പൊ കാട്ടിൽ കയറാനും ഒന്നും പറ്റത്തില്ല. നമ്മൾ പക്ഷെ കാട്ടിൽ നിന്നോ ഇത് കാട്ടി വളർത്തി ഇങ്ങനെ കാട്ടി വിട്ട് വളർത്തിയാ ജീവിച്ചത് ഞങ്ങൾ ഇതുവരെ. മൊത്തം 15. പിന്നെ അല്ലാതെ വേറെ ഒരു ഇവിടെ എന്താ ജീവിക്കാൻ? അല്ലാതെ ഇവിടെ കുരങ്ങും ആനയും പന്നിയും എല്ലാം കൂടെ ഒരു സാധനം നമുക്ക് തരത്തില്ല. ഞാനാണെങ്കിൽ വൈഫിനെ വിളിക്കാൻ വേണ്ടിയിട്ട് 12 മണിക്ക് വൈഫ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി എടുത്തോണ്ട് ഇവിടെ വന്ന സമയത്ത് ഈ സംഭവം കടുവയെ കണ്ടിട്ട് ഞാൻ വണ്ടിയും എടുത്തോട്ട് തിരിച്ചു പോരുമായിരുന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ പിന്നെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞ് 4 മണിയായിട്ടേ ഭാര്യ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന വഴിക്ക് പിന്നെ വന്ന പെണ്ണുങ്ങളെല്ലാം പറഞ്ഞ് ഭയങ്കര അമർത്തേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സംഭവം ഞാൻ കണ്ടതായതിനെ, ഞാൻ കണ്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ തിരികെ പോകുന്നതെന്ന് പറഞ്ഞു. അതുപോലെ നിരന്തരം ഭയങ്കര ശല്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പംകാലത്ത് 4:45 5 മണിയാകുമ്പോൾ പിന്നെ ഞങ്ങൾ ഒത്തിരിയും പേര്, അതായത് ഫാമിംഗ് കോർപ്പറേഷനെ ജോലിക്കാർ പോകുന്ന ഈ റൂട്ടിൽ ഒരു പെട്രോളിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ജീവനെ ഭയന്നാണ് ജോലിക്ക് വേണ്ടി പോകുന്നത്. പണ്ടങ്ങ് ഒരു ശല്യമില്ലായിരുന്നു. അതായത് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അറിവിൽ ആനപ്പാറ എന്ന് പറയുന്നതൊക്കെ സ്ഥലത്തൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മുറ്റത്താവുന്ന പട്ടിയും പൂച്ചയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പറക്കൊണ്ട് പോവുക. നിരന്തര ശല്യമായി. എന്റെ പൊന്നു സാറേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഞാൻ ഭാര്യയെ 12 മണിക്ക് വരുമെന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഊഹത്തിന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഈ ഉച്ചയ്ക്ക് 12 കാലമായി. ഞാനിങ്ങനെ കയറി വന്നപ്പം ഒരു വണ്ടിയും കയറി വന്നില്ല അവിടുന്ന്. അപ്പം ഞാനിങ്ങനെ കയറി അങ്ങോട്ട് ചെന്നപ്പം നിലവിന് സാധനം നിൽക്കുന്നു. ഞാനിങ്ങനെ കണ്ടു. ഞാൻ വണ്ടി നിർത്തി ഓഫ് ചെയ്തില്ല വണ്ടി. അപ്പം ഞാനിങ്ങനെ ഇതിനെ നോക്കി, ഇതും ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവൻ പണയപ്പെടുത്തുന്നുള്ള ഇതായിപ്പോയി. ഞാൻ പെട്ടെന്ന് വണ്ടി തിരിച്ച് സ്ഥലം വിട്ടു അവിടുന്ന്. വണ്ടി കൊണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ മധു എന്നൊക്കെ പറയുന്ന അവരെ വീടിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കളസലിലൊക്കെ വന്ന് പറഞ്ഞു ഇതുപോലെ ഇന്ന സാധനത്തെ കണ്ട്. അത് കഴിഞ്ഞിട്ട് തന്നെ അന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കടുവ എന്നുള്ളത് എനിക്കറിയാം. കാരണം പുലിയും കടുവയും എല്ലാം നമ്മൾ കണ്ടു കിടക്കുന്നതല്ലേ. രാത്രി ഒരു 12 മണിയായിരുന്നു ആ സമയത്താണ് വന്ന് ഇവിടെ വലിച്ചു പൊളിച്ച് തുമ്പിക്കൈ അകത്തോട്ടിട്ടപ്പോൾ ബഹളം കേട്ടോണ്ട് വേണ്ട. അവർ രണ്ടുപേരും അച്ഛനും മോനും 2 കട്ടിലിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ്റെ ദേഹത്തോട്ട് തുമ്പിക്കൈ വന്നപ്പോൾ ആനയാണെന്ന് പറഞ്ഞിട്ട് അവർ ഓടി മാറുമായിരുന്നു. ഇല്ലേ അവനെ അന്ന് പിടിച്ച് ശരിയാക്കി. അവനപ്പോൾ കിടന്ന് ബഹളം വെച്ചപ്പം ഇതിട്ടേച്ച് ഇവിടുന്ന് മലയിലോട്ട് കയറിപ്പോയി. എന്നും ശല്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട്. ഈ മലയിലെല്ലാം ഉണ്ട്. ഈ മലയിലുണ്ട്. സന്ധ്യ കഴിയുമ്പോൾ ഇറങ്ങും. ഇറങ്ങുന്ന ഞങ്ങളൊക്കെ അതുകൊണ്ട് അവിടെയൊക്കെ വന്ന് നമ്മളെ റോഡുണ്ടല്ലോ അവിടെ വന്ന് നിന്നുകൊണ്ട് ഓടിച്ചാൽ ഓടത്തൊന്നുമില്ല. ഇത് എല്ലാം ഇഴഞ്ഞോട്ട് മാറി ഒരു പരുവത്തിനാവും. ഒരിക്കൽ ഞങ്ങൾ പറയുന്നുണ്ട് ഫോറസ്റ്റുകാരെ വിളിച്ചു. അവരെല്ലാം അവിടെ വന്ന് ഇതിലേക്ക് ഓടിച്ച് അക്കരയോട്ട് കയറ്റി വിട്ടേക്കും. ഞാൻ ഇപ്പം നിൽക്കുന്നത് കടശ്ശേരി എലപ്പക്കോട് സുകുമാരൻ്റെ വസതിയിലാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സുകുമാരനും മകനും ഈ പിരയ്ക്കകത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് ആന വന്ന് ഈ വീടിൻ്റെ ഒരു സൈഡ് ഇടിച്ച് പൊളിച്ച് തുമ്പിക്കൈ അകത്തിട്ട് ഇത് സോപ്പ് തിന്നുന്ന ഒരു ആനയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അരിക്കൊമ്പൻ, ഇപ്പോൾ സോപ്പ് കൊമ്പൻ ഇത് കടശ്ശേരിയിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഈ സോപ്പ് തിന്നുന്ന ഒരു ആനയാണ് എന്നാണ് ഇപ്പോൾ ഇപ്പം ഇത് ഒരു വീട്ടിലല്ല, ഒരുപാട് വീടുകളിൽ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നു.
അങ്ങനെ ഉള്ളൊരു ആനയാണ്. സോപ്പ് തിന്നുന്നതാണെന്ന് പറയും. ഇതിൻ്റെ മണം അടിച്ചു കഴിഞ്ഞ് അത് വന്ന് തിന്നുന്നതാണ്. എന്തായാലും പെരയ്ക്കകത്ത് കിടക്കുന്ന ആൾക്കാർക്ക് പോലും ഇപ്പം കടശ്ശേരി മേഖലകളിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. നമ്മൾ ഇവിടെ ഇനിയും എന്താണ് ഇനിയും നമുക്ക് വേണ്ടത്? ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആൾക്കാർ ജീവിച്ച് ഈ മണ്ണിൽ പണിയെടുത്ത് മല്ലടിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട അവരുടെ ആദായവും കാര്യങ്ങളുമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇതിന് എതിരെ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. ഇപ്പം കടശ്ശേരി തന്നെ ഒരുപാട് പേര്, ഇപ്പം ശ്രീ സഹദേവൻ എന്ന് പറയുന്ന മയിലുവിള സഹദേവൻ്റെ, അതേപോലെ ഒരുപാട് പേരുടെ കൃഷി സ്ഥലത്ത് ആന കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിപ്പിച്ചു. ഇതിനൊന്നും ഇന്ന് വരെ ഫോറസ്റ്റിൽ നിന്നും ഒരു ധനസഹായം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? കടശ്ശേരിയിലെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണമല്ലോ. അതുകൊണ്ടൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പറയുവാനുള്ളത്. ഇപ്പം ആനയുടെ മാത്രമല്ല, ഇപ്പം കടുവയും പുലിയും ഇറങ്ങി കർഷകരുടെ പശുക്കളെയും പോത്തിനെയും എരുമയൊക്കെ പിടിക്കുന്ന സാഹചര്യങ്ങൾ 2-3 ദിവസത്തിനകത്ത് തന്നെ പുന്നല, തോങ്കോട്, അതേപോലെ തന്നെ ഇപ്പം ഈ കടശ്ശേരി, ഉമ്മന്നൂർ ഒക്കെ പുലിയും കടുവയും, അത് കടുവയൊക്കെ നേരിട്ട് കണ്ടു എന്നുള്ളതാണ്. അന്നേരം ഇങ്ങനെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടി കടശ്ശേരി എന്ന് പറഞ്ഞ ഒരു പ്രദേശം, 100 കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശം, ഈ പ്രദേശത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഞങ്ങൾ പറയുന്നത്, ഇവിടെ കൂട് വെച്ച് ഈ കടുവയും പുലിയും പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ പറയുന്ന ഒരു ന്യായം, ഇത് വനമായതുകൊണ്ട് കൂട് വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു കാര്യം ഒട്ടും ശരിയായ കാര്യമല്ല. കടശ്ശേരിയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും, മുക്കലമ്പാട്, ചെളിക്കുഴി, എലപ്പക്കോട്, കൊപ്പം, കടശ്ശേരി, ആയിരത്തിമണ്ണ്, ഈ പ്രദേശങ്ങളിലെല്ലാം 100 കണക്കിന് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അന്നേരം ഇത് ഇവിടെ കൂട് വെച്ചില്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും യാതൊരു വിലയും സർക്കാരും ഡിപ്പാർട്ട്മെന്റും ചെയ്യാത്ത ഒരു സാഹചര്യം ആണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് ഈ പ്രദേശങ്ങളിൽ കൂട് വെക്കണം. അതുപോലെ തന്നെ തകർന്നു കിടക്കുന്ന സോളാർ വേലികൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം. കിടങ്ങെടുക്കേണ്ടടുത്ത് കിടങ്ങെടുക്കണം. കർഷകർക്ക് നഷ്ടപ്പെട്ട ഇതിന് അവർക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വനവകുപ്പിൽ നിന്നും ആ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് നൽകണം എന്നാണ് പറയുവാനുള്ളത്.